കല്യാണം മുടക്കല്ലേ ഇക്കാക്ക. അങ്ങാടിക്കറങ്ങുന്ന ഇക്കാക്ക, ഞങ്ങളെ കല്യാണം മുടക്കല്ലേ ഇക്കാക്ക. ചെറുപ്പത്തിലെ മോഹമാണ് ഒരു പെണ്ണിനെ ബൈക്കിൽ വെച്ച് കറങ്ങാൻ. വളർന്നു വന്ന മോഹമാണ് ഈ മൊബൈൽ ഫോണിലൂടെ പെണ്ണിനെറ്റ് കൂറുകാൻ. അങ്ങാടിക്കറങ്ങുന്ന ഇക്കാക്ക, ഞങ്ങളെ കല്യാണം മുടക്കല്ലേ ഇക്കാക്ക. കല്യാണപ്രായമായ ചെക്കൻ ഒരു പെണ്ണിനെ കാണാൻ പോയാൽ നിങ്ങൾ പിന്നാലെ പോകും, നോക്കി നോക്കി പോകും. എങ്ങോട്ട് പോണെന്ന് നോക്കും, പിന്നെ അവിടെ പോകും, അവിടെ പറയും. കല്യാണപ്രായമായ ചെക്കൻ ഒരു പെണ്ണിനെ കാണാൻ പോയാൽ ഒരു പിന്നാലെ പോകും, നോക്കി നോക്കി പോകും. എങ്ങോട്ട് പോണെന്ന് നോക്കും, പിന്നെ അവിടെ പോകും, അവിടെ പറയും. നിങ്ങൾ കാണണേ, അവൻ 4 എണ്ണം വീശുന്ന പയ്യനാ. വീടില്ല നാടില്ല, അവൻ മുമ്പൊന്ന് കെട്ടിയതാ. നോക്കണേ, നിങ്ങൾ കാണണേ, അവൻ 4 എണ്ണം വീശുന്ന പയ്യനാ. വീടില്ല നാടില്ല, അവൻ മുമ്പൊന്ന് കെട്ടിയതാ. അങ്ങാടിക്കറങ്ങണ ഇക്കാക്ക, ഞങ്ങളെ കല്യാണം മുടക്കല്ലേ ഇക്കാക്ക. അങ്ങാടിക്കറങ്ങുന്ന ഇക്കാക്ക, ഞങ്ങളെ കല്യാണം മുടക്കല്ലേ ഇക്കാക്ക. കല്യാണക്കാരമൊന്നു വന്നാൽ അങ്ങാടിയിലെ കാക്കാനോട് ചോദിച്ചാൽ ഒരു തെക്കോട്ട് നോക്കും, വടക്കോട്ട് നോക്കും, അതൊക്കെ അരികിൽ വിളിക്കും, പിന്നെ ചെവിയിൽ പറയും സ്വകാര്യമായി. കല്യാണക്കാര്യമൊന്നു വന്നാൽ അങ്ങാടിയിലെ കാക്കാനോട് ചോദിച്ചാൽ ഒരു തെക്കോട്ട് നോക്കും, വടക്കോട്ട് നോക്കും, പതുക്കെ അരികിൽ വിളിക്കും, പിന്നെ ചെവിയിൽ പറയും സ്വകാര്യമായി. അവൻ മോശമാ, അവൻ അങ്ങാടിയിലെ തല്ലുകാരൻ പയ്യനാ. വീട്ടിലെ അടുക്കളയിൽ എന്നും കുഴപ്പമാണേ. മോശമാ, അവൻ മോശമാ, അവൻ അങ്ങാടിയിലെ തല്ലുകാരൻ പയ്യനാ. വീട്ടിലെ അടുക്കളയിൽ എന്നും കുഴപ്പമാണേ. അങ്ങാടിക്കറങ്ങുന്ന ഇക്കാക്ക, ഞങ്ങളെ കല്യാണം മുടക്കല്ലേ ഇക്കാക്ക. അങ്ങാടിക്കറങ്ങുന്ന ഇക്കാക്ക,
ഞങ്ങളെ കല്യാണം മുടക്കല്ലേ ഇക്കാക്ക. ചെറുപ്പത്തിലെ മോഹമളെ ഒരു പെണ്ണിനെ ബൈക്കിൽ വെച്ച് കറങ്ങാൻ വളർന്നു വന്ന മോഹമളെ ഈ മൊബൈൽ ഫോണിലൂടെ പെണ്ണിനേറ്റ് കുറുകാൻ അങ്ങാടിൽ കറങ്ങുന്ന ഇക്കാക്ക. ഞങ്ങളെ കല്യാണം മുടക്കല്ലേ ഇക്കാക്ക. അങ്ങാടിൽ കറങ്ങുന്ന ഇക്കാക്ക. ഞങ്ങളെ കല്യാണം മുടക്കല്ലേ ഇക്കാക്ക. ഇത് ഞങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിലെ എല്ലാവരും സന്തോഷത്തോടെയാണ് കഴിയുന്നത്. ഈ ഗ്രാമത്തിൽ പലതരത്തിലുള്ള ആളുകളാണുള്ളത്. ഈ ഗ്രാമത്തിൽ നിന്നും നമ്മുടെ കഥ തുടങ്ങാം. സ്വർഗപുത്രി. ഇത് ഉണ്ണി നായരുടെ ഹോട്ടൽ. ഇതാണ് ഉണ്ണി നായർ. ഇദ്ദേഹം കോട്ടയത്തുകാരനാണെങ്കിലും ഈ നാട്ടുകാരുടെ സ്വന്തം ഉണ്ണി നായരാണ്. ഇത് മമ്മൂട്ടി. നിങ്ങൾ കരുതും പോലെ സിനിമാ നടൻ മമ്മൂട്ടിയൊന്നുമല്ല. ഇദ്ദേഹം തോട്ടുങ്ങൽ മമ്മദ്, മമ്മൂക്ക എന്ന് വിളിക്കും. ഇദ്ദേഹത്തിന് സ്വന്തമായി ജോലിയൊന്നുമില്ല. വളർന്നു വരുന്ന വീടിന്റെ രക്ഷിതാക്കൾ അറിവർ സ്ത്രീധനം കൊടുത്ത് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കും. ഇത് ചന്ദ്രൻ. ഇദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇത് വാസു. നേരത്തെ പറഞ്ഞ ആളുകളെ പോലെ തന്നെ ഒരു ജോലിയുമില്ല. എന്നും രാവിലെ ഇവിടെ വരും, വൈകുന്നേരങ്ങളിൽ വീട്ടിൽ പോകും. ഇത് കോമുട്ടി എന്ന കല്യാണ ബ്രോക്കർ. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള കല്യാണ ബ്രോക്കർ. ഇദ്ദേഹത്തിന് കല്യാണം ഉണ്ടാക്കലാണ് പ്രധാന ജോലി. ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ നമ്മുടെ കഥ തുടങ്ങാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ അല്ല, ആ കൊണ്ടുപോയ മയ്യത്ത് ആരുടേതാ? കിഴക്കേ പറമ്പിൽ കിഴക്കേ പറമ്പിൽ കിഴക്കേ പറമ്പിൽ ആലിമുല്ലാഖാന്റെ മകൾ സൽമാന്റേതാ. എന്ത്, സൽമ മരിച്ചെന്നോ? വിഷ ഉള്ളിൽ ചെന്നിട്ടെന്നാ. ആരാ? റബ്ബേ, സൽമ മരിച്ചെന്നോ?
പോലെ ചന്തമുള്ളൊരു പെണ്ണല്ലേ, എന്നിലേറെ ആശ തീർത്തൊരു മോളല്ലേ. ഇഷ്ടം കൂടാൻ നീ വരില്ലേ അരിമുല്ലേ, പകരം വാങ്ങി എൻ്റെ കൂടെ പോരില്ലേ. കൊതിച്ചുപോയി ഞാൻ പളക്കിനാവ് കണ്ടല്ലോ, ഉദിച്ച കമറേ നീ മറഞ്ഞു പോകാതെ. കൂറി പോലൊരു ചേലല്ലേ, സ്വർണമല്ലിപ്പൂവല്ലേ, ചെങ്കതളി പഴമല്ലേ, എൻ്റെ മാത്രം പെണ്ണല്ലേ. ചന്ദ്രിക പോലെ ചന്തമുള്ളൊരു പെണ്ണല്ലേ, എന്നിലേറെ ആശ തീർത്തൊരു മോളല്ലേ. വാസന തൈലം പൂശിയ മുടിയഴകിൽ ചെമ്പകപ്പൂ ചൂടിയതെന്തിനാ, താരകക്കൂട്ടിൽ നിന്നും വന്നവളെ, താമര കണ്ണുള്ള പെൺകൊടിയേ. നിന്റെ വാക്കിൽ സ്നേഹമുണ്ട്, നിന്റെ നോക്കിൽ പ്രേമമുണ്ട്, എൻ്റെ കൂടെ നീ വരില്ലേ പ്രിയ സഖിയേ. എന്നും എന്നും എൻ്റെതല്ലേ പ്രിയ സഖിയേ. ചന്ദ്രിക പോലെ ചന്തമുള്ളൊരു പെണ്ണല്ലേ, എന്നിലേറെ ആശ തീർത്തൊരു മോളല്ലേ. പണ്ടാരടങ്ങാൻ പാടണില്ലല്ലോ, ഇഞ്ഞെങ്കിലും നന്നായിക്കൂടെ എനക്ക്. പാടി കിട്ടേണ്ടത് കിട്ടിയാൽ പാടേണ്ടവര് പാടും. എന്തെങ്കിലും പണി ഞാൻ പറയുന്ന ഒന്നും പോന്നോട്ടെ. വെറുതെ ഇരിക്കല്ലേ, ഇതൊന്നാണ് വായിച്ചോളി. എന്താ ഇപ്പൊ രാവിലെ തന്നെ ഒരു നോട്ടീസൊക്കെ? എടോ ചന്ദ്ര, ഈ ആ നോട്ടീസ് ഒന്ന് വായിക്ക്, എല്ലാരും ഒന്ന് കേൾക്കട്ടെ. ഇതിലൊരു പ്രത്യേക ഇല്ല മമ്മുക്ക, നാട്ടിൽ നടക്കണ കാര്യം തന്നെ. എന്നാലും ഇതൊന്ന് തുറന്ന് വായിക്കടോ. കല്യാണ മുടക്കികൾ. പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വളർന്നു വരുന്ന വീടിന്റെ രക്ഷിതാക്കൾ അറിവ്. സ്ത്രീധനം കൊടുത്ത് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുവാൻ കഴിയുന്ന രക്ഷിതാക്കളും കഴിയാത്ത രക്ഷിതാക്കളും പേടിക്കേണ്ട ഒരു തരം പന്നിപ്പനി പോലെയാണ് കല്യാണ മുടക്കികൾ. ഇവരെ നേരിൽ കാണാൻ പ്രയാസമാണ്. കണ്ടുകിട്ടുന്നവർ 10 നോട്ടീസ് അടിച്ച് പരത്തുക എന്നൊരു രക്ഷിതാവ്. ഓ, ഇതാ വലിയ ആനക്കാര്യം. ഓടവിടുന്ന് ഒരു ധർമ്മം കൂടിയിട്ടപ്പോ ഈ നാടിന്റെ ഗതി ഇങ്ങനെ ആയത്. ശരിയാണ്. ഇവിടെ തെണ്ടിക്കിട്ട പൈസ ഇവിടെ തന്നെ പലിശ കൊടുക്കുന്ന കോടീശ്വരന്മാരാ അവര്. ഇത് അനുഭവിച്ചുകൂടാ, തെറ്റി അമ്പള തന്നെ. ശരിയാ, പക്ഷെ ഈ ആ നോട്ടീസ് ഒന്ന് മുഴുവനാക്കി ചന്ദ്ര. അതെപ്പോഴോ കഴിഞ്ഞില്ലേ മമ്മുക്ക. ഈ ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുക്കുന്നത് ബ്രോക്കർമാരുടെ പണിയാ. കാരണം അവരുടെ കമ്മീഷന്റെ വലിപ്പം കൂടുന്നത് അതുകൊണ്ടാണ്.
ഇവിടെ കല്യാണം മുടങ്ങുന്നതിന്റെ കാരണവും അതാണ്. എന്താ മമ്മൂക്കാന്റെ ഒരിക്കൽ പറയണ്ട, ഈ ഹംകിങ്ങളാ ലോകം വെളുപ്പിക്കണത്. അവരെന്നെ കൊണ്ടുവരും ചെയ്യും, അവരെന്നെ മുടക്കുകയും ചെയ്യും. നടന്നില്ലെങ്കിൽ അവരെന്നെ കെട്ടുകയും ചെയ്യും. ഒരു ചായ മധുരം കുറച്ചു മതി. പാലില്ല. ആ കട്ടം മതി. ചന്ദ്രനിൽ ബോംബിട്ട് അവിടെ ബോംബിട്ട അത് പിന്നെ ഇന്ത്യക്കാര് വെറുതെ ഇരിക്കോ? ഉണ്ടാക്കിയ ബോംബ് തീരണ്ടേ? എന്ത് പിന്നെ ഇവർക്ക് ചന്ദ്രനിലേക്ക് തന്നെയാണ് പോയെന്ന് കണ്ടവർ ആരെങ്കിലും ഉണ്ടോ? അത് ബുദ്ധി. ഇതാണ് മലയാളക്കാരൻ. എന്തിന് ഏതിന് സംശയം. സംശയം തീർന്നവരുണ്ട് ഈ നാട്ടില്. അതിനെ അവരെ കുറ്റം പറഞ്ഞിട്ടെന്ന ഫലം. നമ്മളെന്ന് ബോംബ് മിസൈലും ഇങ്ങോട്ടല്ലേ തിരിച്ചു വരുന്നേ. അവിടെ ഇവിടെയൊക്കെ ബോംബിട്ടു. പണിയില്ല, 3-4 ദിവസമായി പണിയിട്ട് ഒരു തിന്നാൻ വല്ലതും വേണം. നേരം വെളുക്കുമ്പോ ഇവനൊക്കെ ഒരു പണിയും വേല ഇല്ലേ? ബുക്കിലെ കണക്കെഴുതിയാ? കഴിഞ്ഞ ആഴ്ചത്തെ എഴുതിയാ? കഴിഞ്ഞ ആഴ്ചക്കത്തെ മുമ്പത്തെ ആഴ്ചക്കത്തൊക്കെ എഴുതിയിട്ടുണ്ടാവും. നമുക്കൊരു 10 ഉറുപ്പിക ഇട്ടോ. ഇതിപ്പോ സരി എല്ലാം നേരായി. നിങ്ങള് ബാങ്കില് പൈസ ഇടുന്ന ശീലാക്കിയ അനക്കെന്താ പിന്നെ? അത് അണ്ണന്മാരുടെ ആഴ്ചപ്പിരിവാണ്. 5000 റുപ്യയെ ഞാൻ പശുവിനെ വാങ്ങാൻ പലിശക്ക് എടുത്തതാ. നിങ്ങൾക്ക് ഗ്രാമീണ ബാങ്കിൽ നിന്ന് പൈസ കിട്ടൂലേ? ബാങ്കിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്യും, പക്ഷെ ഒരു 500 നടത്തം നടക്കണം. പിന്നെ ജാമ്യക്കാര് ആരാ ഇപ്പൊ ജാമ്യം നിൽക്കുക? ശരി. ഇവര് വന്നാ പിന്നെ ഇന്ന് പറയാൻ നാളെ പൈസ ആയി. ആഴ്ചയിൽ കാശാണ്ട് കൊടുത്താൽ മതി. നമ്മൾ ബാങ്കിൽ പോണില്ലേ? ഹലോ സജീവ്. സലീം, ഈ റോഡ് കടത്ര നേരത്തെ പാസ്പോർട്ട് ഓഫീസിൽ പോകണം. നീ വരുന്നോ? ഞാനില്ലേ, ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ വീട് പട്ടിണിയാ. അതറിയാലോ? അറിയാഞ്ഞിട്ടല്ലടാ സജീവേ, കൂടെ ഒരാളുണ്ടെങ്കിൽ. കൂടെ ഒരാളല്ല, കൂട്ടിനൊരാളെന്ന് പറയാം. അതിനൊരു കല്യാണം കഴിക്കണം. കല്യാണം ഇഷ്ടപ്പെട്ട ആളെ കെട്ടിയില്ലെങ്കിൽ ജന്മം. ആര്? സൽമാനെ. അതിനെന്റെ ബാപ്പ സമ്മതിക്കും തോന്നുന്നില്ല. അതാ ഞാൻ പറയണത്. 4 കല്യാണം കഴിക്കണ പൈസ ദുബായിന്റെ പേരിൽ ഞമ്മള് തൊലച്ച്. എന്റെ ബാപ്പാക്ക് അത് മനസ്സിലാവണ്ട. ദുബായ് പോക്കിന് ചെലവാക്കിയ പൈസ പെണ്ണ് കെട്ടിയോണ്ട് മുതലാക്കണോ? അത് ആലിമുല്ലാക്കാന്റെ മോള് സൽമാനെ കിട്ടിയാ കിട്ടുവോ? മദ്രസയിലെ ശമ്പളം കൊണ്ട് കഴിയുകയാണ് കുടുംബം. എന്റെ അപ്പാക്കാണെങ്കിൽ പൈസ തലക്കച്ചാ കിടപ്പ്. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ആ വരുന്നു ഹൂറി. നീ വണ്ടി കയറ്, പോവാം. എന്താടാ കണ്ടപ്പാന്റെ ധൈര്യം? പോയത് എടി സൽമ, നമ്മള് പെണ്ണുങ്ങൾ ഇങ്ങനെ ഡിഗ്രി നോക്കി നടന്നിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ വീട്ടിലിരിക്കാനോ? നല്ല കാര്യായി. 4 അക്ഷരം പഠിച്ചാ ഈ ലോകത്തോടൊന്ന് പൊരുതി നോക്കാം. അയ്യടാ പൊരുതണ്. നമ്മളൊന്ന് ഉണ്ണിയാർച്ചയാകാൻ പോവാ. ഉണ്ണിയാർച്ചയായില്ലെങ്കിലും ഉസ്താദിന്റെ മോൾക്കൊരു ടീച്ചർ അമ്മയാകാലോ. നിന്റെ ആഗ്രഹം പറഞ്ഞു തീർക്കുന്നു. എന്നെ കെട്ടിച്ചു വിടണം എന്റെ ഏട്ടന്റെ അഭിപ്രായം. ഞങ്ങൾക്ക് ജാതകം ഒത്താൻ മതി. ഞങ്ങൾക്കോ ലക്ഷങ്ങൾ വേണം. അതാണല്ലോ നാട്ടു നടപ്പ്. കോമുട്ടിയൊക്കെ വരുന്നേ? കോമുട്ടിയൊക്കെ എവിടുത്തെ ചക്കയിട്ട്? ചക്കയ്ക്കോ? അല്ല പെണ്ണെ, ചക്കേറ്റ ചെക്കനെ. ഞാൻ മതിയോ? എന്താടാ സുലൈമാനെ, അനക്കോളെ പറ്റിയാ? ഓനിക്കല്ലേ പച്ചമരത്തില് ആണിടിച്ച് പറ്റിച്ച മാതിരി പറ്റിക്കണു. പക്ഷെങ്കില് തൊപ്പിടേണ്ടി വരും. എന്തിന് ചക്കേറ്റാനോ?
അല്ല വേണേ മതം മാറാൻ അതിനാണ് പ്രയാസം. പൊന്നാലി ഇവിടെ തന്നെയല്ലേ? അടുത്തൊക്കെ തന്നെയാണ്, പക്ഷെങ്കി ഇജ്ജ് ദൂരത്തല്ലേ. എന്നാ ഞങ്ങള് പോവാണ്. ഇവനക്ക് ഒരു കുട്ടീനെ കാണിച്ചു കൊടുക്കാണ്ട്. സാധനം ഞാന് മാടി അത് മുഴുവനാക്കിയല്ലട ഈ മാറ ചോളുള്ളി തന്നെ ഉണ്ട് കോമുട്ടിയാക്ക ചക്ക ചക്ക. ഇജ്ജ് വാടാ, അനക്ക് ഞാനൊരു പെണ്ണ് കിട്ടിച്ചെന്നുള്ള സ്ഥിതി ഞാനൊന്ന് ആലോചിക്കുക. അതിന് ഓൾക്ക് എന്നെ പിടിച്ചിക്കണ കോമുട്ടിയാക്ക? പിടിച്ചിക്കണ്, വാ എന്നെ കഴിപ്പിച്ചരാ. നന്നായി. എന്നാ പിന്നെ ഇന്നെ കിട്ടിക്കൂടല്ലേ? ഇവന്റെ കയ്യിലെ കായൊന്നും എന്റെ പോക്കറ്റിൽ എത്താന് പടച്ചോനെ എന്താ ബജ്ജ. ആ പണി ഉണ്ടാക്ക. മുല്ലക്ക, നിങ്ങളുടെ മോടെ പഠിപ്പ് എത്രത്തോരായി? ഓളെ ഒരുത്തരം കൊണ്ട് കെട്ടിക്കണ്ടേ? ഉമ്മല്ലാത്ത കുട്ടിയാ. ആഗ്രഹമില്ലായിട്ടല്ലേ മൂല്യരെ? ഓള് പഠിക്കല്ലേ, പഠിക്കട്ടെ. ഓൾക്ക് പറ്റിയൊരു കാര്യം വരട്ടെ. ആ പന്താരത്ത് തറവാടിലെ കുഞ്ഞാജിന്റെ മോൻ സലീം ഓളെ കെട്ടണമെന്ന് പറഞ്ഞല്ലേ നടക്കണത്. അവൻ ഞൊട്ടും. അവനക്ക് വേണ്ടത് പെണ്ണല്ല, അലമറ വെക്കേണ്ട പൊന്നാ. ആഹാ, അന്നാ പള്ളി കമ്മിറ്റി വെച്ച് ഇന്നെ അഭിമാനിച്ച് നിങ്ങൾ കേട്ടു മൂല്യരെ? ഓരടുക്കളയിലാണല്ലേ ഞങ്ങൾ വളർന്നത്. മൊല്ലാക്ക, നിങ്ങള് സബൂറാക്കി. ഇത് പെരുവഴിയാ. എന്ത് സബൂറാക്കണ് എല്ലാ. പിന്നെ ഓള് പഠിക്കട്ടെ. ഓൾക്ക് പറ്റിയൊരു കാര്യം വരുമ്പോ ഞമ്മക്ക് കെട്ടിച്ചു കൊടുക്കാം. അസ്സലാമു വലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ്. കോളേജുമാരി ആരെ കാത്തിരിക്കുന്നു? ബിന്ദുവിനെ. ഓ ഭാഗ്യം, ഒന്ന് തനിച്ച് കാണാൻ കഴിഞ്ഞല്ലോ. എനിക്കും. സലീംക്ക് ഇനി ദുബായ് പോകുന്നില്ലേ? ഇല്ല, ഞാൻ ദുബായ് പോയാൽ തന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോയാലോ? എന്റെ ബാപ്പയുടെ വാക്കുകൾ എനിക്ക് ധിക്കരിക്കാനാവില്ല. സലീംക്ക് എനിക്കിഷ്ട, പെരുത്തിഷ്ടം. എന്നെ കെട്ടിയില്ലെങ്കിൽ വേണ്ട, ഞാൻ എടുക്കാം. നാശം വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഓരോന്ന് വരും. നാളത്തെ ഭാഗ്യം നാളെയാണ്. രണ്ടു മൂന്ന് കുട്ടികളിലാണ്. നമുക്കത് നീണ്ട അറിയാത്തോണ്ട് രക്ഷപ്പെട്ടു. ആയിഷ എവിടെ വന്നേ? ഉമ്മാന്റെ അവിടുന്നാ. പോലെ കല്യാണം കുറച്ചെന്ന് കേട്ട് നമുക്ക് പൊടിക്കണട്ടാ. നമ്മളെ കാര്യങ്ങൾ കിട്ടാൻ മതി. ഈ ബ്രോക്കർ കൂടെയൊക്കെ അറിയാലോ? അതെല്ലേ, ഇവിടെ പോയില്ലേ കാണാൻ? അല്പം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. വിശേഷിച്ചെന്തെങ്കിലും? വിശേഷമൊന്നുമില്ല. വല്ല കല്യാണക്കാരെന്തെങ്കിലും ആണോ? അതെ, നമുക്കൊരു പെൺകുട്ടിയെ കിട്ടും. പണ്ടം പണൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അത് നമ്മുടെ കയ്യിൽ ധാരാളമുണ്ട്. പിന്നെ പഠിപ്പും സൗന്ദര്യവും അത് നിർബന്ധമാണ്. എന്നാ നമ്മളെ അറിവിലൊരു കുട്ടിയുണ്ട്, പക്ഷെ ഇപ്പം കാണാൻ പറ്റില്ല. കുട്ടി കോളേജിലാ. കോളേജിന് വരില്ലേ? വരും, പക്ഷെ ഇരുട്ടാവും. അങ്ങനെയാണെങ്കിൽ എപ്പോഴാ കാണാൻ പറ്റാ? ലീവ് ദിവസങ്ങളിൽ എപ്പോഴായാലും കാണാം. ഞായറാഴ്ച. നിങ്ങളെ പേരെന്താ? എന്റെ പേര് മുഹമ്മദ്, തോട്ടുങ്ങ മുഹമ്മദ്. മമ്മൂട്ടി എന്ന് വിളിക്കും. ഞാൻ ഈ പരിസരത്തൊക്കെ കാണും. ഹലോ, നോക്ക, ഞാൻ നിങ്ങളെ നേരത്തെ വിളിച്ചപ്പോ കിട്ടിയില്ല. ഞാൻ ഇപ്പൊ നിങ്ങളെ നാട്ടിലുണ്ട്. ആയിക്കോട്ടെ, ശരി. എന്നാ ഞാൻ അങ്ങോട്ട്. അല്ല, നിങ്ങളെ പേരെന്താ? എവിടെ സ്ഥലം? അങ്ങനെ ഒരു പതിവുണ്ടല്ലേ, ഞാനത് മറന്നു. കുട്ടിയുടെ ബാപ്പാനോട് സംഗതി പറയണേ. അതിനെന്താ? എന്റെ പേര് അബ്ദുൽ ഷുക്കൂർ. ബാപ്പാന്റെ പേര് അറുപനാട് കുഞ്ഞു മുഹമ്മദ്, ചാവക്കാട്. ജോലി പേഴ്സിൽ.
മതി മതി എമ്പാടുമായി. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം കോമഡിയാനോട് പറയരുതാ. ഏയ് അതൊന്നും പറ. ഓ എന്നാ ഞായറാഴ്ച വന്നോ, കുട്ടനെ കാണിച്ചരാ. പിന്നെ പണ്ടും പണമൊന്നും ധാരാളം ചോദിച്ചത് പാർട്ടിയാണ്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾക്ക് ധാരാളം ഉണ്ട്. പിന്നെ എനിക്കില്ലാത്തത് വിദ്യാഭ്യാസവും സൗന്ദര്യം. അത് പിന്നെ ഓൾക്ക് പടസം കൊടുത്തോണ്ട് ഒരു പിടി വാര്യതുണ്ട്. ഇത് വെച്ചു. സംഗീത നീ കാണാൻ മമ്മൂക്ക കോളേജല്ലോ. കൊള്ളാം മമ്മൂക്ക, നല്ല ബുദ്ധി. കൊണ്ടാലും മണ്ണില്ല കൊണ്ടിലും മണ്ണില്ല. എന്തേ? ഏയ് കുഴപ്പമില്ല. പക്ഷെ ഏതാ പാർട്ടി? വാ അതൊക്കെ ഉണ്ടെന്ന് നടന്ന് പറയാം. നിങ്ങളിത് പറഞ്ഞ് പബ്ലിസ് ആക്കി ബസ്സിലാക്കരുത്. അത് നമ്മൾ ഏറ്റ്. പക്ഷെ നിങ്ങൾ നീട്ടാതെ കാര്യം പറയേ, ആരാ പാർട്ടി? അത് നമ്മൾ ആലിമുല്ലാക്കന്റെ മോളിൽ തന്നെ രണ്ടു സുജാതികളല്ലേ? അമ്പട കള്ള. ഹലോ, കോമഡിയാണ് സംസാരിക്കണതേ. എന്ത് വയനാട്ടിന്നോ? ഇതൊരു ഗൾഫുകാരനായതുകൊണ്ടാണ് ഞാൻ മുണ്ടായിരിക്കണത്. അല്ലെങ്കിൽ 4 ഇംഗ്ലീഷ് ഞാനും അങ്ങോട്ട് കാച്ചി തരും. അല്ല പിന്നെ ചിലറ്റുകളുണ്ട് കൊതുകിന്റെ മാതിരിയാ. ഉറങ്ങുകയാണ്, ഉറങ്ങൂല്ല. ഉറങ്ങുന്നവരൊട്ട് ഉറക്കൂല. ഇപ്പോൾ ചെക്കനല്ലേ ഒന്ന് കിടത്തുന്നത്. റബ്ബുല്ലാലമീനായ തമ്പുരാനെ, നടന്ന നിങ്ങളെ ഭാഗ്യം വിചാരിച്ചു. മൊല്ലാക്കാനെ കട്ടിംഗ് പ്ലെയർ ഇട്ട് പിടിച്ച മാതിരിയാണല്ലോ മമ്മൂട്ടി പിടിച്ചിക്കണത്. എനിക്ക് പള്ള കിടക്കൂ റബ്ബ്. മായയുടെ മുകളിൽ പിള്ളേരൊക്കെ എന്നൊന്ന് വലുതാവ ഓരോ പെണ്ണിട്ട് ചെറുക്കണി ആ മുറ്റേ മടിക്കാനായി ചൂലെടുത്ത്. നമ്മളുടെ ഫേവറേറ്റ് എഫ്എം ആണല്ലോ OMR ക്ലബ്. സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതയെ മാത്രമല്ല, സംഗീത വീട്ടുകാരെ ഞാൻ പഠിച്ചു. അപ്പോഴല്ലേ നമുക്ക് മനസ്സിലായി. 200 നേരത്തെ 300 തന്താച്ചി എഴുതിയാച്ചാ 500. നാളെ വരുമോ? വെറുതെ അല്ല എല്ലാരും ബാങ്ക് പോകത്ത്. ഈ ഹോട്ടലിനൊരു ബാങ്ക് അല്ലേ? എവിടുന്ന വ്യക്തികൾക്ക് എത്ര പൈസ കിട്ടുന്നത്? അതല്ല രസം മമ്മൂക്ക. മമ്മൂക്ക തിരൂർ ബസ് സ്റ്റാൻഡ് കണ്ടിക്കണം. പിന്നല്ലാതെ. എന്നാ കേട്ടോളി, തിരൂർ ബസ് സ്റ്റാൻഡില് 400 പരം ബസ് ഓടണം. ഒരു ബസ് 4 ചാലോടും. ഒരു ബസ്സിന് 1 രൂപ കിട്ടിയാ മതി. എന്താ മനസ്സിലായോ? തിരൂർ ബസ് സ്റ്റാൻഡിലെ 400 ബസ് ഓടുന്നുണ്ട്. ഒരു ബസ് 4 ചാലം ഓടും. ഒരു ബസ്സിന് 1 രൂപ കിട്ടിയാ മതി. എന്താ മനസ്സിലായില്ലേ? എന്നാ പിന്നെ റബ്ബുലിസത്തായ തമ്പുരാനെ ഇപ്പം എന്താണ് നല്ലത്? പിന്നല്ലാതെ കഴിഞ്ഞ ആവണ ദീപാവലിക്ക് നാട്ടിൽ പോകുമ്പോഴേ റുപ്പ 27,000 എണ്ണി കൊടുത്തത്. ആ ഇങ്ങനെ പോയാല് ഇവന്മാര് നമ്മളും തണ്ടിക്കും ഉറപ്പാ. ബിന്ദു, നിങ്ങൾ കോളേജിൽ നിന്നാ? അല്ല, കോളേജിൽ നിന്നാ. ഞാൻ അതല്ലേ ചോദിച്ചത്. ഞാനും അതന്നല്ലേ പറഞ്ഞത്. ഓ സൽമ, തമാശ കള. ഞാൻ തമാശ കളയുകയാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ചിരിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ബിന്ദു, എന്താണ് ഇവൾ പറയുന്നത്? അത് പറയേ, എന്താണെന്ന് ഞാനൊന്ന് അറിയട്ടെ. പഠിപ്പും പത്രാസുള്ള തേടി ഒരു പേർഷ്യക്കാരൻ ഇറങ്ങിയിട്ടുണ്ട്. ചിലപ്പോ അവന്റെ കൂടെ അയക്കാ മതി. ശരിയാണോ സൽമ? ബിന്ദു പറയുന്നത് ശരിയാണോ? എന്റെ ബാപ്പയുടെ വാക്കുകൾ ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് സലീം കാക്ക് അറിയുന്നതല്ലേ. ഉമ്മ മരിച്ച നാൾ തൊട്ട് ഒരു ഉമ്മയുടെ സ്നേഹം കൂടി നൽകി എന്നെ പരിപാലിച്ച ഉപ്പാനെ എന്നോടുള്ള സ്നേഹം കുറയുമെന്ന് കരുതി രണ്ടാമതൊരു വിവാഹം കഴിക്കാതെ ഉപ്പാനെ സലീമേ, നീക്കണില്ലേ? കടയ്ക്ക് പോണ്ടേ? ബാപ്പ എന്നേട്ടാ ചീത്തറിയാ. 3-4 പ്രാവശ്യമായി ബാപ്പ ഫോൺ ചെയ്തിരുന്ന് കടയിലേക്ക് ചെല്ലാൻ വേണ്ടിട്ട്. അമ്മ ശരിയല്ലേടാ, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ തലവേദനയായിട്ട് കിടക്കാണ്. നീക്കണില്ലേ? ബാപ്പ ചീത്തറി. കടയ്ക്ക് പോണ്ടേ?
സലീം സലീമ സലീം സലീമ എന്താ സ്നേഹിത എണീക്കാനായില്ല എനിക്ക് പറഞ്ഞു എനിക്ക് തലവേദനയാണെന്ന്. എങ്ങനെയുണ്ട്? കിടന്നോ. എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങൾ? നാട്ടിൽ വിശേഷങ്ങളേ ഉള്ളൂ. നിന്റെ കസ്തൂരി മാമ്പഴം പേർഷ്യൻ കാക്ക കൊത്തി പറന്നു. എന്ത്? എന്റെ സെൽമ നഷ്ടപ്പെട്ടു. ഏടാ, പണ്ടം പണമില്ലാത്ത ഒരാക്ക കല്യാണം, വരം പേർഷ്യക്കാരൻ. ഈ കല്യാണം മുടക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ സജീവ? എന്നിട്ടോ നീ കെട്ടവളെ? അതിന് നിന്റെ വാപ്പ സമ്മതിക്കുവോ? അതാ എനിക്കും പേടി. അവളെ എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് സജീവ. സത്യം പറയ്, ആരാ ഈ സെൽമ? എന്താടാ എനക്ക് നാവില്ലേ? അത് മൊല്ലാക്കാന്റെ മകള് സൽമ. മൊല്ലാക്കാന്റെ മകളുമായിട്ട് ഇവനെന്താ ബന്ധം? മൊല്ലാക്കാന്റെ മോളോ? മോനെ സലീമേ, സെൽമ നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാ. അനക്കിത് തുറന്ന് പറഞ്ഞുകൂടായിരുന്ന മോനെ? പേടിച്ചിട്ടായിരുന്നു മിണ്ടാതിരുന്നത്. മോൻ വേഗം കുളിച്ച് കടയിൽ പോവാൻ നോക്ക്. ശരി. മോനെ അവിടം വരെ ഒന്ന് പോണല്ലോ. ഇവന്റെ കൂടെ പെണ്ണാൻ പോകണിട്ട് കൊറേ കാര്യം. ഇതെങ്കിലും നടക്കണോ? ഒന്ന് മോനെ, എന്നെ കൊണ്ട് 10 പെണ്ണായി. ഇതെങ്കിലും നടന്നു കിട്ടിയാ മതി. വേഗം പടക്കെ എല്ലാം ഉത്സാഹട്ടോ. ഇവിടെ ആളില്ലേ? കേറി കേറി പാടാ. ഇത് നല്ലൊരു കെട്ടാണ്. ഇതിലേതായാലും ഓട്ടം നിൽക്കാൻ പറഞ്ഞത് നന്നായിക്കണു. പോവാ. ബാ രക്കം പോരി. വണ്ടി ഇപ്പൊ ഇവിടെ ഇട്ട് ഈ ആലാക്കും വേണ്ടി ഇവിടെ എത്തിയ ഇജിന് പോരാ. എനക്ക് വേറെ നമുക്ക് നോക്കാം. കുട്ടീനെ എനിക്ക് പറ്റിയല്ലോ അല്ലേ? എന്നാ നീ കുടിയുന്ന ആരൊക്കെ ഒന്ന് കൂട്ടി കണ്ടോളാ. എന്നാ ശരി. ഇതെങ്കിലും എനിക്ക് പറ്റില്ല. കായ് കൊടുക്കട്ടാ. ഹലോ, കുട്ടിയാണ്. അല്ല, ആ പോയെന്താ പാട്? നല്ല കുട്ടിയാണ്. ആ കുട്ടില്ലേ നാളെ ആരെ കൂടി ഒളിച്ചോളിന്ന് പറഞ്ഞിട്ട്? അല്ലാ, അതും പോയി. സൽമ, എന്താ സലീംക്ക, എന്തിനാണ് എന്നെ കാണാനെന്ന് പറഞ്ഞത്? നിന്നെ ഒന്ന് കാണാനുള്ള അവകാശം കൂടി എനിക്കല്ലേ സൽമ? എന്ന് ഞാൻ പറഞ്ഞു. മരണം വരെ കണ്ടുകൊണ്ടിരിക്കാമെന്ന് ആഗ്രഹിച്ചവരല്ലേ നമ്മൾ. സലീംക്ക് എന്താ അത് മനസ്സിലാക്കാത്തത്? എന്റെ ബാപ്പ ഒരു ധനമോഹിയല്ലേ. നമ്മുടെ ബന്ധം ബാപ്പ ഒരിക്കലും അംഗീകരിക്കില്ല സൽമ. മനുഷ്യ സ്നേഹിയെ എന്റെ ബാപ്പയെ ധിക്കരിച്ച് സലീംക്കെ സ്വീകരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അവസാനം ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ കൂടിയായിരിക്കും നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പറയരുത് സലീംക്ക. വാക്കുകൾക്കും വാചാലതയ്ക്കും പരിധിയുണ്ട്. മോഹിക്കാനും ആഗ്രഹിക്കാനും അർഹതയില്ലാത്തവളല്ലേ. ജനിച്ച അന്ന് മുതൽ പെറ്റുമ്മയെ കാണാൻ വിധിയില്ലാത്തവളല്ലേ. സ്നേഹം നൽകി വളർത്തിയ ബാപ്പ കൂടി നഷ്ടമായാലോ? നോവിന്റെ തീരത്ത് എന്നെ കീനാ കണ്ട് പാടുന്ന പൂങ്കുയിലേ, നമ്മൾ കൊതിച്ചു
റബ്ബ് വിധിച്ചൊന്ന് വേദന നാമറി എങ്കിലുമോ മനി ഓർക്കാത്ത നാളില്ല നിന്നെ മറക്കുകയില്ല അന്തിക്കിനാവിൽ അരികത്തണയുമ്പോൾ മാറിപ്പുണരാറുണ്ട്. തോട്ടത്തിൽ ഞാവൽ മരച്ചൂട്ടിൽ മഞ്ചാടിക്കുന്നിലെ മൈലാഞ്ചി കാട്ടിലും ആയിരമായിരമാശകൾ പങ്കിട്ടു അനുരാഗത്തോപ്പിലെ പൂക്കൾ മണം വീശി മുന്തിരിച്ചുണ്ടിലെ തേൻ നുകർന്നു സുഖകവാടം ഞാൻ തുറന്നു. നമ്മെ മറന്നു നാം, കാലം മറന്നു നാം, പൂമരം കാവലായി പൂങ്കുയിൽ പാടി, പൂമരം കാവലായി പൂങ്കുയിൽ പാടി. നോവിന്റെ തീരത്ത് എന്നെ കീനാ കണ്ട് പാടുന്ന പൂങ്കുയിലേ നമ്മൾ കുതിച്ചൊന്ന് റബ്ബ് വിധിച്ചൊന്ന് വേദന നാമറി. സലീംക്ക എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. സലീംക്ക നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല. സമയം വരുമ്പോൾ പറയുന്നു. നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഇപ്പൊ കാത്തിക്കണത് എന്തിനാന്ന് ഞമ്മക്ക് നല്ലോണം മനസ്സിലായിക്കണ്. പക്ഷെങ്കി അത് മാത്രം നടക്കൂല. അതെന്താപ്പ അങ്ങനെ? അത് മാത്രം നടക്കൂലെന്ന്? ഓളൊരു പെണ്ണല്ലേ? ഇജെന്താപ്പ സക്കീന അങ്ങനെ പറഞ്ഞത്? ഓള് പെണ്ണല്ലാണ്ടിരിക്കോ? അത് മാത്രം നടക്കൂലെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞതാണ്. ഈ നാലുകെട്ടിന്റെ ഔത്ത് അടുപ്പിന്റെ ചൂടും തട്ടി കഴിയുന്ന അനക്ക് പുറത്ത് നടക്കുന്ന വല്ല കാര്യങ്ങളും അറിയുന്നുണ്ടോ? ആ കാറിന്റെ ഔത്ത് കയറി എന്റെ വീട്ടിലൊന്ന് പോവും, അതുപോലെ തന്നെ അങ്ങോട്ടും വരും. അതല്ലാതെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ അറിയാനാ? നിങ്ങൾ പറഞ്ഞു തരി. എന്നാ കേട്ടോ, കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പള്ളിയിൽ വെച്ചിട്ട് ഓളെ നിക്കാഹ് കഴിഞ്ഞി. അടുത്ത മാസം കല്യാണ. എന്തേ സമ്മതിച്ചോ? എന്റെ റബ്ബേ, വേറൊരുത്തൻ നിക്കാഹ് കഴിച്ചോളെയാണോ എന്റെ മോൻ പ്രേമിച്ച്? അതാണ് സക്കീന പ്രേമം. നമ്മളെ മോന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കണോ? എന്ത് മനസ്സിലാക്കാനാ? ഓനോളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണോ. പക്ഷെ അവനത് ചെയ്തില്ല. അതാരാ കുറ്റ? ഓന്റെ കുറ്റ. ഓനെ എന്റെ മോനാ.
ഓ ഇങ്ങളെ പേടിച്ചിട്ടാണ് അവനത് ചെയ്യാതിരുന്നത്. ഓൻ അവളെയും പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ നിങ്ങൾ സ്വീകരിക്കോ? എന്താണ് സ്വീകരിച്ചാല്? ദീനിന് ബാപ്പ കൈ കൊടുത്ത് ഹലാലാക്കിയാൽ മാത്രമേ ശരിയായ നിക്കാഹ് ആവുന്നുള്ളൂ. അല്ലാത്തതേ ഇസ്ലാമിന് ഹറാമാണ് സക്കീന. ഹലോ, ആ സക്കീറ, എന്തൊക്കെ മോനെ വിശേഷങ്ങള്? സുഖം തന്നെയല്ലേ? ആ എന്നാ ഞാൻ അമ്മ കൊടുക്കാം. സക്കീന, എന്റെ മോനും മരുളാണ് അമ്മ. എന്റെ റബ്ബേ, മക്കൾക്ക് സുഖല്ലേ? എന്തൊക്കെ ഉണ്ട് മക്കളെ? ഉമ്മ കുൽസോടെ സുൽഫി സ്കൂളിൽ പോയാ? ഇജിന്ന് പുറത്തേക്കൊന്നും പോയില്ലേ? സലീമോ? ഓൻ പീടിയലാ. ഞാനിനി അവനെ ഇവിടെ നിർത്തിയാലോ ഒക്കൂല. ഇജ് അവനക്ക് നല്ലൊരു വിസ കൊടുത്തയക്ക്. ഇല്ല, ഒന്നുമില്ല. ബാക്കി നിന്റെ ബാപ്പ പറഞ്ഞു തരും. ഇതാണ് ഫോണ്. ഹലോ, നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? ആര് പറയണ്? സലീമിന്റെ കാര്യം തന്നെ. ആ മല്ലക്കാട് മകളുമായിട്ടുള്ള ബന്ധം നടത്തി. ഏത് ജനം? അവര് പറഞ്ഞോട്ടെ. ഉപ്പ, ദിവസേന ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങി വരികയും കയറി പോവുകയും ചെയ്യുന്ന രാജ്യമാണ് ദുബായ്. അതിൽ മലയാളക്കാർ ധാരാളം. നമ്മുടെ നാട്ടുവർത്തമാനം നിമിഷങ്ങൾക്കുള്ളിൽ അറിയാനാണ് വിഷമം. നാട്ടിലറിയുന്നതിന് മുമ്പേ ഇവിടെ അറിയും. എന്നാൽ സക്കീർ മോനെ, ഈ ബാപ്പ വളരെ വൈകിയാണ് ഇത് അറിയുന്നത്. സമ്പത്തും സമൃദ്ധിയും ആഭിജാത്യവും അപമാനം സംഭവിച്ചടാ. കട്ടായി. എന്താ സക്കീര, നാട്ടില് കുറെ നേരമല്ല ബാപ്പാനായിട്ട് കീറിന്? ഒന്നും പറയണ്ട ഹുസൈൻ ഭായ്, പ്രശ്നങ്ങൾ കഴിഞ്ഞ സമയമില്ല. പേശക്കാന്റെ കാര്യം എന്നോട് ചോദിക്കണ്ട. അതാ ഹാമുക്ക് മാമു തട്ടിയെടുത്തിക്കണ്. കുഴപ്പമില്ല, ഓനെ ഞാനൊന്ന് കണ്ടോട്ടെ. ആ, നിങ്ങൾ ഇനിയും എന്ത് കാര്യം ഇന്നെ വിളിച്ചാ മതി. പിന്നെ നമുക്ക് കാര്യം വേണം കേട്ടോ. മോളെ കിട്ടിച്ചാലേ പോണ്ടേ കിട്ടിയപ്പോ വേറൊന്നുണ്ടല്ലോ. ഇനിയിപ്പോ എന്താ നമുക്ക് ചെയ്യാം? ആളുമാര് ചെയ്യണ പണിക്ക് കൂറില്ലെങ്കിൽ അത് ചെയ്യാൻ നിൽക്കരുതാ. എടോ കോമുട്ടി, കൊറേ നേരമായിട്ടുണ്ടല്ലോ നമുക്ക് ടളക്കണ്. ഈ കൂറ് തന്നെ മുഴുവൻ പട്ടതെല്ലാം നമ്മുടെ കുത്തകയാ. അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലടാ. അത് പിന്നെ ഉണ്ണിയാരെ ചായക്കട പോയി പറഞ്ഞാൽ ശരിയാവോ? ഒല്ലാക്കാന്റെ മോളെ കാര്യം പറ്റൊരുത്തം വന്നപ്പോ ഞാന് ഇതെല്ലാണായി. അതിന് ഓനിക്ക് 2000 ഉറുപ്പ്യ തന്നു. എന്തേ 2000 ഉറുപ്പ്യോ? ഞാൻ അതിന്റെ പകുതി കണ്ടെടുക്ക. അതിനെന്തിനാ അനക്ക് പകുതി വരുന്നത്? എന്റെ തൊള്ളല വെള്ളം പറ്റിച്ചതിന് അനക്ക കായ്. അത് ഞാൻ കൊണ്ടുവന്ന പാർട്ടിയാ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. കാലേറി കരാർ എഴുതുമ്പോ ഇതിന്ന് പൈസ പോലും അനക്ക് കിട്ടൂല. ഇനി ഇജി കൊണ്ടിരുന്ന എല്ലാ കാര്യവും ഞാൻ മുടക്കും മോനെ. ആ, അതാ നല്ലത്. അതന്നെ അന്നെ കൊണ്ട് പറ്റുന്നതും. ഏതെങ്കിലും കാര്യം നല്ലപോലെ നടത്തിക്കണം. സജീവ, ഒരു അത്യാവശ്യ കാര്യം. എന്താ? നീ കേറ്. ഒഴിവാക്കണേ, ഒരുപാട് എന്താ സലീമ നിന്റെ പ്ലാൻ? എല്ലാം പറയാം. എന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ നീ മാത്രമേ ഉള്ളൂ. അതിപ്പോ സംശയിക്കേണ്ട കാര്യം? ഞാൻ ഈ സ്ഥലത്ത് നിന്ന് അല്പം മാറി നിൽക്കുന്നു. എന്റെ മനോനില തെറ്റുമെന്നൊരു തോന്നൽ. എന്താ നിന്റെ അഭിപ്രായം? ഈ സാഹചര്യത്തിൽ നിനക്ക് എവിടെ പോയാലാണ് സ്വസ്ഥ ഉണ്ടാവുക സ്നേഹിത? സംഭവം കൂടുതൽ ഓർത്തിരിക്കുവാനല്ലേ ഉത്തരവാദിത്തങ്ങൾ നിന്റെ ഒളിച്ചോടൽ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നീ ഒരു കല്യാണം കേൾക്കണം. അത് ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല സജീവേ. അങ്ങനെ തീർത്തു പറയല്ലേ സലീമേ, എല്ലാം ഒരു പുകമറയല്ലേ? പുകമറ, മണ്ണാങ്കട്ട. സജീവേ, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എങ്ങനെയുള്ള സഹായമാണ് നീ ആഗ്രഹിക്കുന്നത്? കുറച്ച് പണം തന്ന് തൽക്കാലം ഒരു 25,000 രൂപ എന്റെ മോട്ടോർ ബൈക്കിന്റെ ഈടിൽ തന്നാൽ മതി. എന്താ? എന്നാൽ എന്റെ പഴയ സലീമിനെ എനിക്ക് തിരിച്ചു തരുമോ? ശ്രമിക്കാം. എവിടേക്കാ മമ്മുക്ക? ഈ കുട്ടിയെ തന്നെ വീട് വരെ ഒന്ന് പോകണോ? നാളല്ല അവിടുത്തെ കല്യാണം. എന്നിട്ടാണെങ്കി പോണ്ട.
എങ്ങോട്ടാണേലും പോണ്ടെന്നാ. എന്തേ? അവിടുത്തെ കല്യാണം മുടങ്ങിയിരിക്കണോ? അവിടുത്തെ കല്യാണം മുടങ്ങിക്കണെന്നോ? കൂട്ടക്കരച്ചിലാണ് അവിടെ. കൂട്ടക്കരച്ചിലോ? അള്ളന്റെ റബ്ബേ, ഞാനൊന്ന് പോയോക്കട്ടെ. പടച്ച റബ്ബേ. കല്യാണാണല്ലോ റബ്ബേ മുടങ്ങി. പടച്ച റബ്ബേ, ഞാൻ എന്തായി കാണുന്നു? ഇനി ഇജി കൊണ്ടിരുന്ന എല്ലാ കാര്യവും ഞാൻ മുടക്കും മോനെ. പേടിക്കാണ്ടിരിക്കടോ. നടന്നാ അങ്ങക്കെന്ന് ഞമ്മളാ കടയിലൊന്ന് അന്വേഷിച്ചു. വാ, ഇവിടെ ആരെങ്കിലും പോയിക്കട്ടാ. മോനെ, ഈ പുളിക്കപ്പറമ്പിലെ ആമൂട്ടേക്കാന്റെ വീട് പുളിക്കപ്പറമ്പിൽ ആമൂട്ടാക്കെ? പുളിക്കപ്പറമ്പിൽ ജബ്ബാർ എന്നാണ് പേര്. ഇന്റർലോക്കിന്റെ ഒക്കെ വർക്കിന് വേണം. നമ്മളെ പത്മശ്രീ ജബ്ബാർ. അതിലിടക്ക് അവനക്ക് പത്മശ്രീയും കിട്ടിയവും കൊടുത്തു ഒന്നുമല്ല. ഇത് കണ്ടില്ല ഞങ്ങള് 2 ദിവസം കൊണ്ട് തിന്നു തീർത്താത്. അവനെ പോലുള്ള ആൾക്കാരെ നമ്മളെ കട പച്ചൊടിച്ചോണ്. ജബ്ബാർ ആളെങ്ങനെ? കൊഴപ്പൊന്നുമില്ല. ഓമ്പടെ എന്നും വരും, പണിക്കൊക്കെ പോവും. ഞാൻ പറഞ്ഞില്ലേ, ചെക്കൻ നല്ല ഉഷാറാ. ഇത് നടക്കടോ. ഇജ് വാ. ഇപ്പത്തെ കാലാണ്. നല്ലപോലെ കുട്ടികൾ കുഴങ്ങണ്ടല്ലോ. ഇനി ഞാനായിട്ടൊന്നും പറഞ്ഞില്ല. എന്നിട്ട് വേണം എന്നും വരണായര് 4 കാലം എന്നെ ഒന്ന് തല്ലാൻ. ഇനിയിപ്പത് നടന്നു തന്നെ. ഞമ്മക്കൊന്നും അറിയില്ലേ. അതും പോയി. അന്വേഷണം കണ്ടൊരു സ്ഥലം. സലാമലൈക്കും. എങ്ങനെ ഉണ്ടായിരുന്നു സമ്മേളനം? എപ്പോഴാ കഴിഞ്ഞത്? അത് നിങ്ങളോട് എങ്ങനെ പറയാ? നേരി കാണണം. ലക്ഷക്കണക്കിന് മുഅല്ലിമീങ്ങളല്ലേ ഇൻക്ലാബ് വിളിച്ചിരുന്നത്. ആ വരി, ആ നീളം ഇവിടുന്ന് കോഴിക്കോട് വരണ്ട്. തന്നെ നേരാണ് നിങ്ങൾ ഈ പറഞ്ഞത്? പിന്നെ നേരല്ലാതെ ഞാനെന്തിനാണോ എന്നോട് പൊള്ളു അറിയണത്? എനിക്കും വരായിരുന്നു കേട്ടോ. മരിച്ചില്ലെങ്ക അടുത്ത പ്രാവശ്യം നിങ്ങൾ പോയിക്കോളി. ആയിക്കോട്ടെ. പ്രമേയങ്ങൾ എന്തെങ്കിലും പാസ്സാക്കിയോ? ഇല്ലാരെ, നമ്മൾ ഇവിടെ പാസ്സാക്കിയത് തന്നെയാണ് അവിടെ എല്ലാരും പാസ്സാക്കിക്കണത്. കുട്ടികളെ പഠിപ്പിക്കണം, ആസ്പത്രി ചെലവ് എന്ന് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കയറുന്ന സമയത്ത് ഈ എണ്ണിച്ചുട്ട അപ്പം കൊണ്ട് ഞമ്മക്ക് എന്ത് ചെയ്യാനാണ്? മദ്രസ മാനേജ്മെന്റുമാര് ഞമ്മളെ പറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഞമ്മളെ കാര്യം പോക്ക. ആ ഉദ്ഘാടന പ്രസംഗത്തിനുണ്ട് ഒരുത്തൻ കുറച്ച് പറഞ്ഞിട്ട് കേന്ദ്രം ഞമ്മക്ക് പെൻഷൻ പാസ്സാക്കിക്കണല്ലോ. എന്ത്? അപ്പൊ ആഗോളമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് പോയോണ്ട് നമുക്ക് കല്ലും നെല്ലും തിരിച്ചറിഞ്ഞ്. ഞാനൊക്കെയാണെങ്കിൽ കൂറ ബംഗാളി പോയ മാതിരി ഉണ്ടാവും. അതൊക്കെ പോട്ടെ, നിങ്ങളൊക്കെ കെട്ടിച്ച മോളെ വർത്താനം എന്താ? ഓൾക്ക് സുഖം തന്നെയല്ലേ? നിങ്ങൾക്ക് പേരക്കുട്ടികളെത്രായി? ആ ഭാഗ്യം ഞമ്മക്കില്ല. പിന്നെന്താ, അന്നത്തെ ആവേശത്തിൽ ചെയ്തു കൊടുത്തെങ്കിലും പെട്ടെന്ന് പോയി വരാൻ പറ്റാത്ത സ്ഥലത്തായി പോയി. അതാ സങ്കടം. അത് സാരല്ലാന്ന്. ഓൾക്ക് സുഖല്ലേ? അത് മതി. അൽഹംദുലില്ലാ, എന്റെ കുട്ടി കണ്ടെത്താത്ത ദൂരത്താണ്. ഇജ്ജ് കാത്തോളനെ. ഗ്ലാസ് വെള്ളം എടുത്താ. പോകാലോ, ഞാൻ റെഡിയാണ്. ശുക്കൂർക്ക് അത് മറന്നോ എന്റെ വീട്ടിൽ പോണ കാര്യം? ഞാനതങ്ങ് മറന്നു. എന്റെ എന്ത് കാര്യം പറഞ്ഞാലും ശുക്കൂർക്ക് അത് മറക്കും. അതാണല്ലോ പതിവ്.
ഞാൻ എന്ത് മറന്നു എന്നാ നീ പറയുന്നത്? ഇത് നമ്മൾ എന്റെ ബാപ്പാനെ കാണാൻ നാട്ടിൽ പോകാൻ തീരുമാനിച്ചതല്ലേ? പോകാമെന്ന് നിങ്ങൾ സമ്മതിച്ചതല്ലേ? ഓ അതോ എന്ത് പറ്റി? അത് നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം. ഇപ്പൊ ഞാനൊരു അപകടത്തിൽ പെട്ടിരിക്കുക. എന്താ അപകടം? നമ്മുടെ ലോറി തഹസിൽദാറും പോലീസും ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുക. എന്തിന്? പാസില്ലാതെ മണൽ കയറ്റിയതിന്. ഓ, അതൊരു പുതിയ അറിവൊന്നല്ലോ. നിനക്കത് പറയാം. എന്റെ 8-10 ലക്ഷം രൂപയാ പോലീസ് സ്റ്റേഷനിൽ മണ്ണാവാൻ പോകുന്നത്. അതിന് ഞാനെന്ത് വേണമെന്നാ ശുക്കൂർക്ക പറയുന്നേ? അതിന് നീ നിന്റെ ഈ കഴുത്തിലെ ചെയിൻ ഒന്ന് തന്നെ. ഇത് 45,000 രൂപ ഫൈൻ കെട്ടണം. ഇതേ പേര് പറഞ്ഞല്ലേ കഴിഞ്ഞ പ്രാവശ്യം വലിയ ചെയിന് കൊണ്ടുപോയത്? 2 മാസം കൊണ്ട് എടുത്തു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചെയിനും ഇല്ല, ലോറി ഇല്ല. അത് പിന്നെ എനിക്കൊരു തെറ്റ് പറ്റി. അല്ലെങ്കിൽ ശുക്കൂർക്കാക്ക് തെറ്റ് മാത്രല്ലേ പറ്റാറുള്ളൂ. ആ ഫോണെട്. ഹലോ, ആരാ? അതെ, സൽമ തന്നെ. ആരാ? എവിടുന്നാ? എന്ത് വേണം? ബോംബെന്നോ? ആ, നിങ്ങളെപ്പോഴാ ബോംബെ പോയത്? നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ശരി, ഞാൻ പിന്നീട് വിളിക്കാം. ഏതായാലും ഈ ചെയിൻ ഇപ്പൊ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പ വണ്ടി മണ്ണായി പോവാണെന്നാ ഈ പറയുന്നേ? അതെനിക്കറിയില്ല. ആരുടെയാ ഫോൺ ചെയ്ത്? അതെന്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയാ, ബോംബെന്ന്. ബോംബെന്ന് കൂട്ടുകാരിയോ അതോ കൂട്ടുകാരനോ? റഹ്മാനെ, ഈ ശുക്കൂർക്ക് എന്തൊക്കെയാണ് പറയുന്നത്? 4-5 വർഷത്തിനിടയില്ലാത്തൊരു ബോംബെക്കാരി ആരടി നിനക്ക്? സത്യം പറ, അത് നിന്റെ പഴയ കാമുകനല്ലേ? സുഖവിവരം അന്വേഷിക്കാൻ കണ്ട സമയം. റബ്ബേ, എന്തൊക്കെയാണ് പറയുന്നത്? പോലീസുകാർ വണ്ടി പിടിച്ചെന്ന് കരുതി ശുക്കൂർക്കാക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചോ? അതെടി, എനിക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു. പോലീസ് എന്റെ വണ്ടി പിടിച്ചോണ്ടല്ല, നീ അമ്മ മാരകത്തെ കെട്ടിയത് കൊണ്ട്. അതുകൊണ്ടല്ലടി നിന്റെ ബാപ്പ ഒന്നും അന്വേഷിക്കാതെ എന്റെ തലയിൽ കെട്ടിവെച്ച് തടി തപ്പിയത്. ശുക്കൂർക്ക, ഈ ചെയിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. പക്ഷേ എന്നെ ഇത്തരത്തിൽ അപമാനിക്കരുത്. കാരണം അത്ര കഷ്ടപ്പെട്ടാണ് എന്റെ ബാപ്പ എന്നെ വളർത്തിയത്. എന്തിന് എന്നെ അപമാനിക്കാനോ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് എന്റെ ബാപ്പ ഇജിയും കരുതിയിരിക്കണത്. നിങ്ങൾ എന്തറിഞ്ഞെന്നാ പറയണേ? അതോ ഞാൻ പറയണോ? എടി, പന്താരത്ത് തറവാട്ടിന്റെ നെല്ലുകുത്തുപെരയിൽ ഒരുപാട് ബീജങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് അത്ര. അതിലൊരു ജന്മമല്ലടി കീടമണി. റബ്ബേ, ഇനി ഞാൻ എന്തെല്ലാം കേൾക്കണം? ഇനിയോ? വർഷങ്ങളായിട്ട് എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്ത മാച്ചിയല്ലടി നീ. അതെന്റെ കുറ്റമല്ല. പിന്നെ നിന്റെ കുറ്റ. വരും, നമുക്ക് ഡോക്ടറെ കാണാം. അത് നീ പോയാ മതി. ഞാൻ പോവും, പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമെന്ന് കരുതണ്ട. അപ്പോ എന്റെ 4ാമത്തതും നടന്നെന്ന് വിചാരിക്കുക. എന്ത് 4ാമത്തേതോ? അത് നിക്കാഹ് 4ാമത്തേത്. റബ്ബുൽ തമ്പുരാനെ, 3ാമത്തതാണോ ഞാൻ? ബാപ്പ എന്നെ ചതിച്ചു. ബാപ്പ എന്തിനെന്നോട് ഈ ചതി ചെയ്തു? ഞാൻ എവിടെങ്കിലും ഒരു മൂലക്ക് കഴിയുമായിരുന്നില്ലേ? ഏതായാലും ഇനി ഈ വീട്ടിൽ നിങ്ങളോടത്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോകുന്നു എന്റെ വീട്ടിലേക്ക്. കാമുകനെയും ഭർത്താവിനെയും ഒരുപോലെ കാണുന്ന ഭാര്യമാർക്ക് ഇത് തന്നെ ഗതി. ഇനി നമ്മൾ കാണുമെന്ന് കരുതണ്ട. ഞാൻ പോകുന്നു. അസ്സലാമു അലൈക്കും. തൊലയടി 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 തൊലയടി.